കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് കിഴക്കോത്ത് കച്ചേരിമുക്കിലൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടുത്തെ വീട്ടു സാധനങ്ങളൊക്കെ മാറ്റുകയാണ്. രാഹുൽ KV അവിടെയുണ്ട്. രാഹുലിലേക്ക് പോകാം. രാഹുൽ, വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നു. ആ വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ വീട്ടു സാധനങ്ങളൊക്കെ മാറ്റുന്നു. ജനങ്ങളൊക്കെ മറ്റ് ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ ഒക്കെ മാറേണ്ട ഒരു സ്ഥിതിയാണോ? എന്താണ് അവിടുത്തെ കാഴ്ച? സർക്കാർ സഹായത്തോടു കൂടി മാറ്റി താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 10ലധികം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അതിൽ അഷ്റഫ് എന്നയാളുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ മുഴുവൻ മുറികളിലും വെള്ളമായി കഴിഞ്ഞു. സാധനങ്ങളൊക്കെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് മാറ്റുകയാണ്. തൊട്ടടുത്ത് തന്നെ വീടിനോട് ചേർന്ന് തോടുണ്ട്. അതായത് ഇവിടെ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മലയോര മേഖലയിൽ പെയ്ത, പ്രത്യേകിച്ച് കക്കയം തലയാട് മേഖലയിലൊക്കെ പെയ്തിട്ടുള്ള മഴ അവിടെ നിന്ന് ഒഴുകി വെള്ളം ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്താണ് വെള്ളം ഉയരുകയും ചെയ്യുന്നത്. വെള്ളം കയറിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത ഇവിടെ ഇപ്പോൾ ഈ താഴത്തെ നിലയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയും വീടിൻ്റെ ഇരുനില വീടാണ്, അതിൻ്റെ മുകൾ നിലയിലേക്ക് എടുത്തു വെക്കുകയാണ്. അടുത്ത വീടിൽ ഞാൻ പറഞ്ഞു 10ഓളം വീടുകളിൽ ഇതിനകം തന്നെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഒറ്റ നില മാത്രമുള്ള വീട്ടിലുള്ള ആളുകൾ സാധനങ്ങളൊക്കെ കുറച്ച് ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആളുകൾ സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചതിന് ശേഷം അടുത്ത ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കുമൊക്കെ മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം വീട്ടുടമസ്ഥൻ ഗൃഹനാഥൻ തന്നെ ചേരും. ഇപ്പോൾ 2 നില വീടായതുകൊണ്ട് സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത് വെക്കും. ഇവിടെ ബാക്കിലൊക്കെ തന്നെ 1 നില വീടുണ്ട്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ സാധനങ്ങളൊക്കെ അവർക്ക് നശിച്ചു പോവാണ്. അപ്പോൾ ഇത് എല്ലാ വർഷവും അധിക വർഷവും ഇപ്പം തുടർച്ചയായിട്ടുള്ളത് തന്നെ വെള്ളത്തിൻ്റെ അവർക്ക്. ഇപ്പോൾ ഇനിയും വെള്ളം കൂടുകയാണെങ്കിൽ, ഉരുൾപൊട്ടലൊക്കെ വരികയാണെങ്കിൽ ഇനി ഫുള്ള് വെള്ളത്തിലാവും. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടി അങ്ങനെ പോകുന്നുണ്ട്. ഇതിന് മുമ്പ് ഈ വീട്ടിൽ എത്രത്തോളം കയറിയിട്ടുണ്ട്? ഈ ഹൈറ്റിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇത്രയും മുകളില്ല. അത് ഉരുൾപൊട്ടലുള്ള സമയത്ത് 2022 ആ സമയത്ത് അത്ര ഹൈറ്റിൽ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ മാസം കല്യാണമുണ്ട് മോൻ്റെ 23-ന്. അപ്പൊ പെയിന്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ സെറ്റായി നിൽക്കുന്ന സമയമാണ്. പെയിന്റിങ് ഞാൻ തീർന്ന പെയിന്റിങ്. ഞാൻ ഇന്നലെ സൗദിയാണ്. ഈ പ്രദേശവും ദ്വീപ് മാതിരിയുള്ള സ്ഥലമാണ്. ഒരു ഭാഗത്ത് പൊന്നൂർ പുഴ, ഇതിലെ ഒരു തോട്. ഈ തോടും പുഴയും വെട്ടിങ്ങാനിട്ട് മരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ അധികൃത ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട് യാതൊരു അനുകൂല സമീപനവും ഇല്ല. പുഴ ഇടയ്ക്കൊന്ന് ചെറിയൊരു പണിയെടുത്തു എന്നല്ലാതെ അതിന് വീണ്ടും മരങ്ങൾ ഇങ്ങനെ പുഴയിലേക്ക് ചാഞ്ഞു നിന്നിട്ട് ഈ വെള്ളം തിങ്ങിയിട്ടാണ് സത്യത്തിൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനൊരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കാണെങ്കിൽ ഞങ്ങൾ വെള്ളത്തിന്റെ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആയാലും ഇവിടെ നമ്മളോടൊപ്പം പഞ്ചായത്തിന്റെ അധികൃതർ കൂടെ ചേരും. അവരും ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഇങ്ങോട്ട് വരും മെമ്പറെ. ഇങ്ങോട്ട് നമുക്ക് ഇപ്പൊ ഇവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട ആവശ്യമെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സ്കൂളുകളിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ. എത്ര ആളുകളെ മാറ്റണം നമ്മൾ കരുതുന്നത്? ഇവിടെ ഇപ്പൊ ഒരു 10 വീടിന്റെ അടുത്ത് വീടുകള് പിന്നെ ഇപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. കുറച്ച് വീടുകളൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ മാറ്റി? അവരെങ്ങോട്ടാ മാറ്റി? അവരെ കുടുംബ വീട്ടിലേക്കാണ് ഇപ്പൊ പോയത്. കൂടുതൽ പേര് രാഹുൽ, അങ്ങനെ ഓരോ ഇടങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ്. മനുഷ്യർക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് പലയിടങ്ങളിലും. അങ്ങനെയാണ് വെള്ളമൊക്കെ കയറുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ഇടങ്ങളിലെയും കാഴ്ചകൾ.